നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ജോലിക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. രാവിലെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ജോലിക്ക് പോകും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓഫീസ് ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, എന്ത് ജോലിയുമാകട്ടെ, ജോലിക്കിടയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ എല്ലാവരുടെയും സ്വാഭാവികമാണ്. എന്നാൽ ആ ടെൻഷൻ എല്ലാം നാം വീട്ടിലേക്ക് കൂടി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഓഫീസിലെ പ്രശ്നങ്ങളും ബോസിൻ്റെ സമ്മർദ്ദവും ടാർഗറ്റിന്റെ പ്രോബ്ലവും അഭിപ്രായ വ്യത്യാസങ്ങളും സഹപ്രവർത്തകർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും നാം അറിഞ്ഞോ അറിയാതെയോ നാം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിന്റെ ഫലമായി വീട്ടിലെത്തിയാൽ വീട്ടിലുള്ള എല്ലാവരോടും നാം ദേഷ്യത്തിലാണ് പെരുമാറുക. ഈ ദേഷ്യം നമ്മൾ മനസ്സിൽ വെച്ച് കുട്ടികളോടും മാതാപിതാക്കളോടും ഭാര്യയോടും എല്ലാവരോടും ദേഷ്യത്തിൽ സംസാരിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും. ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഉറക്കക്കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പ്രോബ്ലം മനസ്സിൽ വെച്ചിരുന്നാൽ ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നല്ല ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ജോലിയുടെ ടെൻഷൻ നാം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അത് കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും ജോലിയും ജീവിത ബാലൻസും എങ്ങനെ ഉണ്ടാക്കാമെന്നും നാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കും. വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങൾ ഈ ജോലിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ പൂർണ്ണമായും പ്രതിപാദിക്കുന്നു. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായും മാറ്റാൻ സഹായിക്കുന്നവയാണ്. ആദ്യമായി ജോലി സമ്മർദ്ദം, വർക്ക് പ്രഷർ. ഇത് എന്താണെന്ന് നോക്കാം. ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത് ജോലി കൂടുതലായി ഉള്ളത് കൊണ്ടുള്ള പ്രോബ്ലം അല്ല. ഇത് വരുന്നത് മാനേജറുടെ പ്രതീക്ഷകൾ, സാമ്പത്തിക ആശങ്കകൾ, ജോലി നഷ്ടമാവുമോ എന്നുള്ളൊരു ഭയം, സഹപ്രവർത്തകരുമായുള്ള ചില പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഓരോ ദിവസവും നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആളുകൾ ജോലി സ്ഥലത്ത് 8 മണിക്കൂർ ജോലി മാത്രമല്ല ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലും വാട്സപ്പ് മെസ്സേജുകൾ, ഇമെയിലുകൾ, ഫോൺ കോളുകൾ എന്നിവയെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശരീരം വീട്ടിൽ വന്നാലും മനസ്സ് എപ്പോഴും ഓഫീസിൽ തന്നെയാണ്. ഇതിൽ ഉൾപ്പെടുന്നത് സമയപരിധി, ടാർഗറ്റ് സമ്മർദ്ദം, ഇതെല്ലാം കൂടി വരുന്നതാണ് ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത്. ജോലിയിൽ നേരിടുന്ന ഈ പ്രശ്നങ്ങളെല്ലാമാണ് നമ്മുടെ മാനസികമായി തകർത്തുകൊണ്ട് ഈ പ്രോബ്ലങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇതാണ്: നമ്മുടെ കുടുംബം ദുർബലമായി പോകും. ഉദാഹരണമായി, കുട്ടി ഒരു സ്കൂളിലെ ഒരു കാര്യം നമ്മളോട് പറയാൻ വരുമ്പോൾ നമ്മൾ ഓഫീസിലെ റിപ്പോർട്ടിലായിരിക്കും മനസ്സ്. ഇത് പ്രകാരം നമ്മൾ പറയും, ഇപ്പോൾ വേണ്ട, നാളെ പറയൂ, പിന്നെ പറയൂ എന്ന് മാറ്റിവെക്കും. ഇത് കാരണം കുട്ടി വിചാരിക്കും നമ്മൾക്ക് ഒരു കാര്യം പോലും കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാന്നും പതുക്കനെ അകൽച്ചയുണ്ടാവാൻ സാധ്യത വരും. ഇതാണ് കുടുംബം ദുർബലമാവുന്നതിന്റെ ഉദ്ദേശിച്ചത്. ഇത് പതുക്കെ ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുന്നു. ഭാര്യയുടെ മേൽ ഓഫീസിലെ പ്രഷർ അനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കടുപ്പം കൂടി വരുന്നു. ഇത് സ്നേഹക്കുറവിനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാനും ഇത് കാരണമായി തീരുന്നു. ഇതിന്റെ കൂടെ തന്നെ ആരോഗ്യ പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ, ഉത്കണ്ഠ, വിഷാദം എന്നിവയാണ് ഇതിന് മൂലം നമുക്ക് ഉണ്ടാവാൻ, ഉറക്കക്കുറവ് എന്നിവയെല്ലാം നമുക്ക് ഇതുമൂലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനെല്ലാം അപ്പുറം വീട്ടിലെ അന്തരീക്ഷം തന്നെ മോശമായി പോകും. നിങ്ങളെ എല്ലാവരും ഭയക്കാൻ തുടങ്ങും. നിങ്ങൾ വീട്ടിൽ വന്നാൽ വീടെല്ലാം ടെൻഷനായി മാറും. വീട്ടിലുള്ളവരെല്ലാം ടെൻഷനോടെ നിങ്ങളെ നോക്കും. ഇതെല്ലാം ആകുമ്പോൾ വീട് വിശ്രമിക്കാനുള്ള സ്ഥലമല്ലാതായി മാറും. ഇതുകൊണ്ട് നാം ഇതെല്ലാം ചെയ്യുന്നു എന്ന് നോക്കാം. കാരണം പലപ്പോഴും നമ്മൾ ഒരു കാര്യം മറക്കുന്നു: ജോലി ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതം മുഴുവൻ ജോലിയുടെ ഭാഗമല്ല. പലരും വ്യക്തിത്വത്തെ ജോലിയുമായി ബന്ധപ്പെടുത്തും. ആരെങ്കിലും വിമർശിച്ചാൽ തന്നെ അത് ജോലിയെ ഭാഗമല്ല, നമ്മുടെ വ്യക്തിയുടെ ഭാഗമായി എടുക്കും. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഓഫീസിൽ ആരെങ്കിലും വിമർശിച്ചാൽ തന്നെ നമ്മൾ ആ വിമർശനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എടുക്കുന്നു. ഓഫീസിലെ മോശമായ ദിവസം ജീവിതത്തിന്റെ മോശമായ ദിവസമായിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഓഫീസിലെ ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാമെന്ന് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് പറയുന്നത്, വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മാനസികമായ ഒരു ബ്രേക്ക് എടുക്കുക. ഓഫീസിൽ നിന്നിറങ്ങിയ ശേഷം 10 മിനിറ്റ് ശാന്തമായിരിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ആഴത്തിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഈ ഡീപ്പ് ബ്രീത്ത് ആണ് നമ്മുടെ ഓഫീസുമായിട്ടുള്ള ബന്ധം മാറ്റുന്നതിന് സഹായിക്കുന്നത്. എന്നിട്ട് പറയുക, ഇന്നത്തെ ജോലി ഇവിടെ അവസാനിച്ചു. ഈ ചെറിയ ശീലം വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ. അതുപോലെ തന്നെ ഓഫീസിൽ നിന്നോ ജോലി സ്ഥലത്ത് നിന്നോ നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയിൽ ഓഫീസിലെ കാര്യങ്ങളെ ചിന്തിക്കാതെ നല്ല സംഗീതം കേൾക്കുക, പ്രയോജനമായ പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ഇവയെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് ആ സമയം എൻജോയ് ചെയ്തായിരിക്കണം വീട്ടിലേക്ക് വരേണ്ടത്. ഇത് വീട്ടിലെത്തുമ്പോഴേക്കും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിച്ചിരിക്കും. അതുപോലെ വീട്ടിലെത്തിയാൽ തന്നെ നമ്മൾ ആദ്യം മുഖം കഴുകി വസ്ത്രം മാറ്റി റിലാക്സ് ആയിട്ടിരിക്കുക. ഇത് മനഃശാസ്ത്രപരമായി നമ്മളെ റിലാക്സ് ആക്കി നമ്മുടെ ജീവിതത്തെ മറ്റൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ തന്നെ വീട്ടിലെത്തിയ കുടുംബത്തെ മാത്രം ശ്രദ്ധിക്കുക. ഫോൺ മാറ്റി വയ്ക്കുക. കുട്ടികളോട് സംസാരിക്കുക,
പങ്കാളിയുമായി ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഇത് ജീവിതത്തിൽ കുടുംബത്തെ ദൃഢമായിരിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ജോലി പ്രശ്നങ്ങളെല്ലാം വീട്ടിൽ വന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് ഇന്ന് ഒരു നല്ല ദിവസം അല്ലായിരുന്നെങ്കിൽ പങ്കാളിയോട് ഇത് ഷെയർ ചെയ്യാം. പക്ഷെ അത് ദേഷ്യത്തോടല്ല, സമാധാനത്തിന് വേണ്ടിയാണ് നാം ഷെയർ ചെയ്യേണ്ടത്. സമാധാനത്തോടുകൂടി ഇന്നത്തെ ദിവസം എനിക്ക് മോശമായിരുന്നു എന്ന് പറഞ്ഞു വെക്കാം. അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക. കുട്ടികളുടെ കൂടെ കളിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, 30 മിനിറ്റ് നടക്കുക, അതേപോലെ തന്നെ ചെറു വ്യായാമങ്ങൾ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വളരെ നല്ല ഒരു ഉപാധിയാണ്. പിന്നെ നമ്മുടെ ഹോബികൾ ചെയ്യുക, അതായത് കൃഷി, വായന, പാചകം എന്നിവയിലെല്ലാം ഏർപ്പെടുന്നത് വളരെയധികം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ കുടുംബത്തോടൊപ്പം പ്രത്യേകം സമയം കണ്ടെത്തി സിനിമ കാണുക, കൂടുതൽ ഔട്ടിങ്ങിന് പോവുക എന്നീ കാര്യങ്ങൾ വാരാന്ത്യത്തിലെങ്കിലും ചെയ്താൽ നമ്മുടെ മാനസിക സമ്മർദ്ദം ചെറിയ കാര്യങ്ങളാണെങ്കിലും പിന്നീട് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഓർക്കുക, ജോലി എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അത് ജീവിതം മുഴുവനാക്കരുത്. ജോലിക്ക് വേണ്ടി ജീവിതം കളയുകയും വരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കുടുംബത്തെക്കാൾ വിലപ്പെട്ട ഒന്നല്ല. കമ്പനിക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി അതേ സ്ഥാനത്ത് വേറൊരാളെ വെച്ചാൽ കമ്പനിക്ക് ആ ജോലി നടക്കുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ പോലെ ഒരു അച്ഛനെയോ അതോ അമ്മയോ ലഭിച്ചെന്ന് വരില്ല. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ പോലെയുള്ള ഒരു ജീവിത പങ്കാളിയെയും ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഓഫീസിലെ സമ്മർദ്ദം ഓഫീസിൽ തന്നെ വിടുക. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല പതിപ്പായി തന്നെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക. കുടുംബത്തിന് നിങ്ങളുടെ പണത്തിനേക്കാൾ ഏറ്റവും ആവശ്യം നിങ്ങളുടെ സ്നേഹവും സൗഹൃദവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുത്താലോ കൂടുതൽ ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനി അടുത്ത ദിവസം കാണാം.